ഹായ് ദിസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ജോഷി ഇല്ലത്ത് സംവിധാനം ചെയ്ത മൂന്നാം നൊമ്പരം. അഭിനയിച്ചിരിക്കുന്നത് സാജൻ സൂര്യ, ധന്യ മേരി വർഗീസ് എന്നിവരാണ്. ഇതൊരു സിനിമ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അങ്ങനെയാണ് കണ്ടതും. അതുകൊണ്ട് ഇതിനെ നിങ്ങളൊരു സിനിമാ നിരൂപണം മാത്രമായി എടുക്കുക എന്ന് അപേക്ഷിക്കുന്നു. ഒരു ബിബ്ലിക്കൽ കഥയാണ്, കൂടാതെ ഫിക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ സങ്കല്പങ്ങളും ഭാവനയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും അവരെഴുതി കാണിക്കുന്നുണ്ട്. യേശുവിൻ്റെ 12 വയസ്സുള്ള തിരോധാനമാണ് മെയിൻ തീം. അതുവരെയുള്ള കാര്യങ്ങൾ, സംഭവവികാസങ്ങൾ ഒരു ഫ്ലാഷ് ബാക്കായും പല ഫ്ലാഷ് ബാക്കായും കാണിക്കുന്നുണ്ട്. വളരെ 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 ലോ ബഡ്ജറ്റ് പടമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പരിമിതികളും ഇതിനുണ്ട്. വളരെ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുന്ന ഷോട്ട്സാണ് മിക്കതും. അതായത് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയിക്കാതെ, അത് ഇവിടെ തന്നെ പിടിച്ചിരിക്കുന്നത്, കേരളത്തിലോ കർണാടകയിലോ ഒക്കെയാണ് പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ടൈറ്റിൽസ് കണ്ടു. അതുകൊണ്ട് ഒന്നേ കർണാടക, കേരളം ആകാം ലൊക്കേഷൻ. പക്ഷേ ഇവിടെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ജെറൂസലേം ഒക്കെ ആയിട്ട്, ഇസ്രായേലൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ബജറ്റ് പരിമിതി മൂലം എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ടൈറ്റായിട്ടാണ് എല്ലാം ചോദിച്ചിരിക്കുന്നത്, എവിടെയാണ് ലൊക്കേഷൻ മനസ്സിലാവാത്ത രീതിയിൽ. അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ആർട്ട് ഡയറക്ഷൻ ഒന്നും മോശമല്ല. മോശം എന്ന് വെച്ചാൽ വളരെ മോശമല്ല. വളരെ പണ്ടത്തെ 90s ദൂരദർശൻ സീരിയലൊക്കെ ഓർക്കുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവം. പണ്ടത്തെ ദയാസാഗറൊക്കെ പോലെ ഉള്ള ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ കുറേ വർഷങ്ങൾ, ബാല്യകാലത്തിൽ ഞാൻ മടങ്ങിപ്പോയി, കുറച്ച് ഓർമ്മകളൊക്കെ പുതുക്കി. അതുകൊണ്ട് അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ ഇതിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ക്യാമറ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, സഹിക്കാൻ പാടാണ്. അതുകൂടാതെ അസഹനീയമായ പാട്ടുകളും. ഇതിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തതും ജോഷി ഇല്ലത്ത് തന്നെയാണ്. കഥ, തിരക്കഥ, ഗാനരചന, സംഗീതം, സംവിധാനം, അങ്ങനെ എന്തൊക്കെയോ പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്ത് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ അങ്ങനെ ഒന്നുമില്ല. അതായത് അഭിനയമൊക്കെ വളരെ മോശമാണ്. പക്ഷേ അഭിനേതാക്കൾ തെറ്റല്ല. ഈ ഒരു തീമിൻ്റെയും ഡയറക്ഷൻ്റെയൊക്കെ കുറവാണ്. കാരണം ഇപ്പം ഇങ്ങനൊരു സംഭവത്തിൽ അഭിനയിക്കുമ്പം എനിക്ക് തോന്നുന്നില്ല കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഡയലോഗ്സും അങ്ങനത്തെ ഡയലോഗ് ഡെലിവറിയും അങ്ങനത്തെ ഭാഷയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിലൊരു അമച്വറിഷ് ട്രീറ്റ്മെൻറ്റാണ്, വളരെ മോശം ട്രീറ്റ്മെൻറ്റാണ്. പടം വളരെ വലിയ പടമല്ല, 1 മണിക്കൂർ 40 മിനിറ്റോ 1 മണിക്കൂർ 50 മിനിറ്റോ അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടെങ്കിലും സഹിക്കണം. കാര്യം ഇത് ഒരു സിനിമ രീതി കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതങ്ങനെ എഡ്യൂക്കേഷനിലോ എൻലൈറ്റനിങ്ങോ എൻ്റർടൈനിങ്ങോ അല്ല. അപ്പോൾ ഒരു രീതിയിലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പടമായിട്ട് എനിക്ക് തോന്നിയത്. ഡിവോഷണൽ പടം ആയതുകൊണ്ടല്ല. ഡിവോഷണൽ പടം എടുക്കാം, മതപരമായ പടം എടുക്കാം, അല്ലെങ്കിൽ ഭക്തിപരമായ പടം എടുക്കാം, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റോ അല്ലെങ്കിൽ 10 കമാൻഡ്മെൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള പടങ്ങളൊക്കെ എടുക്കാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ആവണമല്ലോ. ഒന്നെങ്കിൽ എൻ്റർടൈനിങ് ആയിരിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിരിക്കണം, മോട്ടിവേഷണൽ ആയിരിക്കണം, അല്ലെങ്കിൽ എൻലൈറ്റനിങ് ആയിരിക്കണം. ഈ രീതിയിലൊന്നും എനിക്ക് സിനിമ അനുഭവപ്പെട്ടില്ല. അതാണ് എൻ്റെ ഒരു അനുഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻസിൽ അറിയിക്കുക. എനിക്ക് തോന്നിയത് വളരെ വളരെ മോശം ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. 0 out of 5. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.